മഴതോരും മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന മുത്തശ്ശിക്ക് ചൂടൊക്കെ കുഴമ്പിട്ടുണ്ട് ഒഴിഞ്ഞു കൊടുക്കുന്നത്. ഇനി ഞാൻ ചൂടുള്ളൊക്കെ പിടിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ മോളെ നീ പിടിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറയും. വേദന ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഹോസ്പിറ്റലിൽ പോവാം, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. എന്നാൽ ഞാൻ ചൂടുള്ളൊക്കെ പിടിച്ച് തരാം, അപ്പോൾ ശരിയാവും എന്ന് പറയും. ഇതേ സമയം തന്നെ നമ്മുടെ വൈജയന്തിൻ്റെ ഫോണിലേക്ക് നമ്മുടെ ബാലേന്ദ്രനെയും അലീനനെയും ഹോട്ടലിൽ വെച്ച് കണ്ട ആ സ്ത്രീ വിളിച്ച് പറയുന്നത്, ഇങ്ങനെ ബാലേന്ദ്രനും നല്ല മഞ്ഞ് പോലത്തെ വെളുത്തൊരു പെൺകുട്ടിയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണ കണ്ട്. അപ്പം നിങ്ങളുടെ പരിചയത്തിൽ ആരായിട്ട് തോന്നിയില്ല, എന്നാൽ നിൻ്റെ ചെറിയൊരു മുഖച്ഛായ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംശയത്തോടെ നോക്കിയതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കണോ, എന്നാൽ ബാബിയൊക്കെ ആയിരിക്കും, ബാബിനെയും കൃഷ്ണമോളൊക്കെ കണ്ടാൽ എനിക്കറിയില്ലേ എന്ന് പറയും. എന്തായാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടാ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ആ സ്ത്രീ ഫോൺ വയ്ക്കും. അങ്ങനെ ബാലചന്ദ്രനെ വേഗം ഫോൺ വിളിക്കുകയും മഹാരാജ ഹോട്ടലിലേക്ക് പോയോ എന്ന് ചോദിക്കും. ആ പോയി, ഞാൻ ആരെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അലീനനെയും കൊണ്ടുവന്ന് പോയത്, അവൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് നാണയില്ലേ ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം മേടിച്ച് കൊടുക്കാൻ വേലക്കാരിനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലെന്താ തെറ്റ്, ഒരു കുഴപ്പവുമില്ല, അവൾ ഒരു മനുഷ്യജീവിയല്ലേ എന്നൊക്കെ പറയും. നീ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറയും. അങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് വായോ, ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കും. എന്നിട്ട് നേരെ അലീനയുടെ അടുത്തേക്ക് ചെല്ലും. അലീനയോട് ചോദിക്കും, നീ ഇന്ന് ബാലേന്ദ്രനെ വിളിച്ചുകൊണ്ട് ഹോട്ടലിലേക്ക് പോയോടി എന്ന് ചോദിക്കും. പറയില്ല, ആര് പറഞ്ഞു അങ്ങനെയെന്ന് ചോദിക്കും. പിന്നെ പച്ചക്കള്ളോടമ്മ അവൾ പറയണത്, എൻ്റെ വൈജയന്തി നിനക്ക് എന്തടി, നിനക്ക് നാവ് ചൊറിയുന്നുണ്ടോ, നീ എന്തിനാ ഇവളെ മുന്നിൽ ഇങ്ങനെ തോൽക്കണേന്ന് ചോദിക്കും. അമ്മ ഇവള് മുത്താൻ നോണേന്ന് പറയണേന്ന് പറയും. ഞാൻ ബാലേന്ദ്രൻ സാറിനെ വിളിച്ച് ഹോട്ടലിലേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യം 100% സത്യമാണെന്ന് ഇങ്ങനെ അലീന പറയും. മോളെ ഞാൻ പറയും, മോള് പറയും എന്താ ഉണ്ടായെന്ന് ചോദിക്കും. അപ്പോൾ പറയും, മുത്തശ്ശി ഞാൻ ഇവിടുന്ന് രാവിലെ വന്നതാണ്, എറണാകുളത്ത് നിന്ന് ഒന്നും കഴിക്കാണ്ടാണ് വന്നത്. 1 മണി വരെ ഞാനിവിടെ വരാന്തയിലും ഗേറ്റിൻ്റെ അവിടെയായിട്ട് നിങ്ങളെയും കാത്തു നിന്ന്. കാണാണ്ടായപ്പോൾ സാറിൻ്റെ ജ്വല്ലറിയിലേക്ക് പോയി താക്കോല് ചോദിക്കാമെന്ന് വിചാരിച്ച് ചെന്നതിന് അവിടെ ചെന്നപ്പോൾ സാറിന് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലാന്ന്. അങ്ങനെ നിർബന്ധിച്ചാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണം മേടിച്ച് തന്നതെന്ന് പറയും. ഞാൻ പറയും, ഉടനെ അങ്ങോട്ട് നീ ചെന്ന് നിനക്ക് ചോറ് നീ പുറത്തുനിന്ന് മേടിച്ചോളാം എന്ന് പറയുന്നില്ലേ, അല്ലെങ്കിൽ നിനക്ക് മേടിച്ചിട്ട് ഇവിടെ വന്ന് കഴിക്കായിരുന്നില്ലേ, നീ എന്തിനാ സാറിൻ്റെ കൂടെ ഹോട്ടലിൽ പോയി എന്നിങ്ങനെയുള്ള 1000 ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കണേ. അപ്പോൾ അലീന അതിനൊക്കെ തക്കതായി മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് സുഖിച്ചല്ലേ നീ കാറിൽ കയറി പോയെന്ന് പറഞ്ഞാൽ, അതെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ പോയ പോലെ എനിക്ക് തോന്നിയെന്ന് പറയും. അപ്പോൾ വൈജയന്തിക്ക് പെട്ടെന്ന് നാവിറങ്ങും. അങ്ങനെ വൈജയന്തി മിണ്ടാണ്ട് നിൽക്കും. എന്നിട്ട് നേരെ തിരിച്ച് വീണ്ടും പോകും. എൻ്റെ മുത്തശ്ശിയോട് അപ്പോൾ അലീന പറയും, മുത്തശ്ശി ഇനി ആ കാണുന്ന ഡ്രസ്സൊക്കെ ഇല്ലേ, അതിനടുത്തൊരു ചോദ്യം ഉണ്ടാവും കേട്ടോ എന്ന് പറയും. അതെന്താ മോളേന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ മുത്തശ്ശിക്ക് കാലിൽ ചൂട് പിടിച്ച് തന്നിട്ട് പറയാമെന്ന് പറയും. എന്നിട്ട് പിന്നെ ചൂട് പിടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ പിന്നെ പെട്ടെന്ന് തന്നെ ബാലേന്ദ്രൻ വരുന്നുണ്ട്. ബാലേന്ദ്രൻ വരുമ്പോൾ ചോദിക്കും, ബാലേന്ദ്രൻ എന്താ നേരത്തെ എന്ന് ചോദിക്കും. വന്നതല്ലല്ലോ, വരുത്തിയതല്ലേ എന്ന് ചോദിക്കും. ആര്, നീ തന്നെ. ഞാൻ നേരത്തെ വരാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. വേണ്ടല്ലോ, നിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുമല്ലോ എടി, നിൻ്റെ അച്ഛൻ കുഞ്ഞിരാമൻ മേനോൻ കാണുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പാല കണ്ടിട്ടുണ്ടെടി. ഈ നാട്ടിൽ ഏതൊരു പെണ്ണിൻ്റെ കൂടെ ഞാൻ ഹോട്ടലിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തോ പോയാലും ബാലചന്ദ്രനെ ആരും സംശയിക്കില്ലടി, നീ ഒഴിച്ച്. ഇന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാളെൻ്റെ നേരെ വിരൽ ചൂണ്ടിയത് നീ എന്ന് പറയും. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട, നിങ്ങൾക്ക് അവൾക്ക് ചോറ് മേടിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പൊതി ചോറ് മേടിച്ച് പോയിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ പോരെ, എന്തിനാണ് ഹോട്ടലിലേക്ക് കൊണ്ടുപോയത്, വീട്ടുജോലിക്കാരിനെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ചോറ് വാരി കൊടുത്തേക്കണം. എടി അവൾ വീട്ടുജോലിക്കാരിന്ന് നിന്നോട് ആരാ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലേ, അത് നീ നിൻ്റെ മനസ്സുകൊണ്ടാണ് നീ അവളെ വീട്ടുജോലിക്കാരി ആക്കിയത്, അവൾ വീട്ടുജോലിക്കാരിയൊന്നും അല്ല എന്ന് പറയും. എന്നിട്ട് പറയും, എന്നാൽ ശരി നിങ്ങൾ അവൾക്ക് വേറെ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തു എന്ന് ചോദിക്കും, സമ്മാനങ്ങൾ എന്ന് അവൾ പറഞ്ഞോ എന്ന് ചോദിക്കും. അവൾ പറഞ്ഞില്ല എന്ന് പറയും. അവളെ കയ്യിൽ കുറച്ച് സമ്മാനങ്ങളൊക്കെ കണ്ടേ, നീ അവളെ വിളിക്ക്, എന്തായിരുന്നു അറിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ എന്ന് പറയും. അതെ, അറിയണത് നല്ലതാണല്ലോ എന്ന് പറയും. അങ്ങനെ അലീനനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. കൂടെ അലീനയുടെ കയ്യിൽ കവറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അലീനനോട് ചോദിക്കുന്ന, അലീന ഇതൊക്കെ നിനക്ക് ഞാൻ വാങ്ങി തന്നാണോ എന്നാര് പറഞ്ഞു സാറിനോട്. ഇത് എറണാകുളത്തുനിന്ന് വാങ്ങിയതാണ്, നമ്മൾ കവറുണ്ട്, ഇതിൽ ബില്ലുണ്ട്, പിന്നെ ഇത് 2 കമ്മൽ സ്വർണത്തിൻ്റെയാണ് എന്ന് പറയും. സ്വർണത്തിൻ്റെ കമ്മലോ, അത് 2 ഗ്രാമും 100 മില്ലിയും, ഇതൊക്കെ നിനക്ക് ആര് വാങ്ങി തന്നടി എന്ന് ചോദിക്കും. പറയും, എനിക്കിതൊക്കെ മാമച്ചായൻ വാങ്ങി തന്നാണെന്ന് പറയും. മാമച്ചായൻ ഇന്നലെ ഒരു ദിവസം കൊണ്ട് നിനക്ക് ഇത്രയൊക്കെ വാങ്ങിത്തരാമെന്ന് നീ മാമച്ചായൻ എന്ത് കൊടുത്ത്, അങ്ങനെ മോശമായ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ ദേഷ്യം വരണ്ട. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് സംസാരിക്കട്ടെ വൈജയൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വൈജയന്തിനെ പിടിച്ചിട്ട് കിട്ടണില്ല. നിനക്ക് ഇത്രയും വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ രേവതി കുട്ടിക്ക് എത്ര വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്ന് പറയും. ഇഷ്ടം പോലെ വാങ്ങിക്കൊടുത്തു, സ്വർണ്ണ ചെയിനും ഡ്രസ്സും വാച്ചും ഒരുപാട് സമ്മാനങ്ങൾ അവൾക്കും കൊടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടികളല്ലേ, പുറമേ നിന്ന് കിട്ടുന്ന സമ്മാനത്തിന് നല്ല രസം ഉണ്ടാവുള്ളൂ കേട്ടോ, അകമേ നിന്ന് കിട്ടുന്ന സമ്മാനത്തിന് ഒരു രസം ഉണ്ടാവില്ല എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് അലീനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അലീന പറയും, 2 കാര്യങ്ങൾ എനിക്കും അങ്ങോട്ട് സംസാരിക്കാമല്ലേ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി ഇങ്ങനെ ഞെട്ടി അലീനയെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം
ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.